आप कौन है? आप यहाँ क्या कर रहे हैं? मैं कापन हूँ, पाला का एमएलए। मैंने आपको पहले कभी नहीं देखा. ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഇന്നലെ ഇന്ദിരാഭവനിൽ AICC നിരീക്ഷകർ നമ്മുടെ കാപ്പനോട് ചോദിച്ചതാ, സ്വന്തം കാപ്പനോട്. പാവം കാപ്പൻ നിന്ന നിപ്പിൽ വേർത്തു പോയി. ഞാൻ അവിടെ നിന്ന് മുള്ളിയോ എന്നിനി കണ്ടറിയണം. ഞാൻ അവിടെ ചെന്നങ്ങനെ നോക്കാൻ, ഇനി അവിടെ കിടപ്പുണ്ടോ. എല്ലാ ഘടകകക്ഷികളെയും നിരീക്ഷകർ കാണാൻ ക്ഷണിച്ചിരുന്നു. കാപ്പനെ ക്ഷണിച്ചില്ല. കാരണം കാപ്പൻ ഒരു പാർട്ടിയല്ല, ഒരു ഘടകകക്ഷിയല്ല, വെറും സ്വതന്ത്രൻ. സ്വതന്ത്രന്മാരെ വിളിച്ച് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ജി സുധാകരനെയും വി കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും ഒക്കെ വിളിച്ച് അഭിപ്രായം ചോദിക്കേണ്ടതല്ലേ. കാപ്പൻ ഇത്തവണ പാലായിൽ മത്സരിച്ചത് സ്വതന്ത്രനായിട്ടാണ്. അദ്ദേഹത്തിന്റെ നോമിനേഷൻ പേപ്പറിൽ എഴുതിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കാപ്പന് മന്ത്രിസ്ഥാനത്തിന് അർഹതയില്ല. മന്ത്രിയാകുമെന്ന് കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുക പാവം. മാത്രമല്ല, ഭരണങ്ങാനം പള്ളിയിൽ ശയനപ്രദക്ഷിണം വരെ നേർന്നിട്ടുണ്ടെന്നാണ് കൂടെയുള്ള സഹയാത്രികർ പറഞ്ഞു കേട്ടത്. കഴിഞ്ഞ തവണ DCK എന്ന പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടിയുടെ പേരിലാണ് മത്സരിച്ചത്. പിന്നീട് ആ പാർട്ടി അങ്ങ് പിരിച്ചുവിട്ടു. ആ പാർട്ടിയുടെ ആളുകളൊക്കെ ഇപ്പൊ വേറെയാണ്. അതുകൊണ്ടാണ് ഇത്തവണ സ്വതന്ത്രനായി മത്സരിച്ചത്. നോമിനേഷൻ പേപ്പറിൽ അങ്ങനെയാണ് കാണുന്നത്. ഈ അടുത്ത കാലത്തായി കാപ്പൻ തൊടുന്ന എല്ലാം കുഴപ്പത്തിലാണ്. ആ കുഴപ്പത്തിലേ അവസാനിക്കുന്നുള്ളൂ. DCKയുടെ പേരിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഘടകകക്ഷി എന്ന നിലയിൽ ഒരു മന്ത്രിസ്ഥാനമൊക്കെ കിട്ടിപ്പോയനെ. CP ജോണിനും അനൂപ് ജേക്കബിനും മന്ത്രിസ്ഥാനം ഉറപ്പായും കൊടുക്കും. അതുപോലെ കാപ്പനും കിട്ടിയനെ. എന്ത് ചെയ്യാം? വിനാശകാലെ വിപരീത ബുദ്ധി എന്നൊക്കെ പറയുന്നത് അതിന്. കാപ്പന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് കൊടിവെച്ച കാറിൽ പാലാ ടൗണിലൂടെ ഒന്ന് കറങ്ങണമെന്ന്, മാണിസാർ സഞ്ചരിച്ച വഴിയെ സഞ്ചരിക്കണമെന്ന്. എന്റെ മുന്നു കാപ്പ, അതൊന്നും ഈ ജന്മത്തിൽ നടക്കില്ല. മാണിസാർ ആരാ, കാപ്പനാരാ? നിങ്ങൾ ഇനി എത്ര തൂക്കിയാലും മാണിസാറിന്റെ അത്രയും തൂങ്ങത്തില്ല. നിങ്ങൾ ഇനി എന്തെല്ലാം പറഞ്ഞാലും മാണിസാർ ചെയ്തിട്ടുള്ള വികസനം മാത്രമേ പാലായിൽ നടന്നിട്ടുള്ളൂ. സംശയമുണ്ട്? താങ്കൾക്ക് കഴിഞ്ഞ 6-7 വർഷമായി ഒരു കല്ല് പോലും എടുത്തു വയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ നിയമസഭയിൽ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയാനില്ലെന്നാണ് കൂടെയുള്ളവർ പറയുന്നത്. പറയാൻ അറിയില്ല പോലും. ഏതായാലും മന്ത്രിയാകാൻ ഇടാൻ തുന്നി വെച്ചിരുന്ന കുപ്പായം പെട്ടിയിൽ ഭദ്രമായി അങ്ങ് വെച്ചോണം. കാലശേഷം പുരാവസ്തുക്കാർക്ക് വല്ലതും കൊടുക്കാം. അല്ലെങ്കിൽ ഇനിയൊരു സിനിമ എടുത്ത് അതിൽ ധനകാര്യമന്ത്രിയായി അഭിനയിക്കുമ്പോൾ ഇടാം.